തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂർ വീട്ടിലെ പരിശോധനയിൽ പ്രത്യേകമായി ഒന്നും ലഭിച്ചില്ല എന്നൊരു വിവരം കൂടിയുണ്ട്. രഘുനാഥ് നാരായണൻ, രഘു, എപ്പോഴായിരുന്നു പരിശോധന? ഒന്നും ലഭിച്ചില്ല. എന്താണ് SIT-യുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രതീഷ്, ഇന്നലെ ഉച്ചയ്ക്ക് 2:50 ആരംഭിച്ച പരിശോധന രാത്രി 10:50 അവസാനിച്ചത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പിന്നെ നമ്മൾ കൂടുതലായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വീട്ടിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി ആയില്ല. അപ്പോൾ തന്നെ SIT പോയപ്പോൾ തന്നെ നമ്മൾ അത്തരൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിലുള്ള വിലപിടിച്ച സാധനങ്ങൾ ആ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ളൊരു ജനപ്രതിനിധിയുടെയോ ഒപ്പം മറ്റുമൊക്കെ വേണ്ടിവരും. അവരെ അവിടേക്ക് വിളിച്ചു വരുത്തിയാണ് ഇത് വായിച്ചു കേൾപ്പിച്ച് ഒപ്പിടിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട്സിന്റെ ചില പാസ്ബുക്കുകൾ അടക്കമുള്ള രേഖകളാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പാസ്ബുക്ക് ഒന്നും പിടിച്ചെടുക്കേണ്ട സാഹചര്യമില്ല. കാരണം ബാങ്കിൽ അക്കൗണ്ടിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ബാങ്കിൽ നിന്ന് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാവുന്നതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തന്ത്രിയുടെ ഡയറിയാണ്. അദ്ദേഹം ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ ഏതെല്ലാം ദിവസങ്ങളിൽ പോയി, സാധാരണ നിലയിൽ തിരക്കുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ പ്രോഗ്രാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് എഴുതി വെക്കാറുണ്ട്. അത്തരത്തിൽ തന്ത്രിയുടെ ഒരു ഡയറി അല്ലെങ്കിൽ തന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡയറികൾ എടുത്തുകൊണ്ട് പോയി എന്നതിനപ്പുറം കാര്യമായ വിലപിടിപ്പുള്ള ഒന്നും തന്നെ SIT-ക്ക് 8 മണിക്കൂർ വീട്ടിൽ താഴ്മൺ കുടുംബത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രത്യേകമായി ഒന്നും കിട്ടിയില്ല എന്നതാണ് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ.